മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചതിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ, ഇതെല്ലാം സ്മൃതി മണ്ഡലത്തിൽ മാത്രം നിൽക്കുകയും പ്രായോഗിക മണ്ഡലത്തിൽ നിന്നെല്ലാം മാറുകയും തുടങ്ങിയിരിക്കുന്ന ഒരു കാലം. ഏതാണ്ട് 50 ദിവസം കൊണ്ട് എല്ലാം ശരിയാകും എന്ന് പറയുകയും 50 ദിവസം കഴിയുമ്പോൾ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറയുകയും ഹൗസ് ബിൽഡിംഗ് സെക്ടറിൽ പരമാവധി വികസനത്തിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട് വാർത്തകൾ വന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിണതഫലം ഇപ്പം നോട്ട് പിൻവലിച്ചത് അതൊരു സബ്ജക്റ്റ് അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തോന്നുന്നു. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു, ഹൗസ് ബിൽഡിങ്ങിനുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചപ്പോൾ, ഏതാണ്ട് 1% കുറച്ചപ്പോൾ 3 ഇരട്ടി വ്യക്തികളാണ് ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ലോൺ എടുക്കാനായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഭാരതത്തിൽ മുഴുവനും വീട് വയ്ക്കുക, എല്ലാവർക്കും വീട് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് നീക്കി. വളരെ സന്തോഷം തോന്നിയിരുന്നു. മാത്രമല്ല, പല വ്യക്തികളും അത്യാഡംബരപൂർവ്വം പൈസ ചെലവഴിക്കുന്നത് വളരെ കൺട്രോൾ ചെയ്തിരിക്കുന്നു. ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പൈസ വേസ്റ്റ് ആക്കരുത്, ശ്രദ്ധിച്ചു വേണം ചെലവാക്കാൻ. ചില്ലറയോ നോട്ടോ ഇല്ലാത്തതിൻ്റെ അനുഭവത്തിലൂടെ ചെലവാക്കുന്നതിൻ്റെ അനുഭവവും കൂടി പോസിറ്റീവായിട്ട് പഠിക്കാൻ സാധിച്ചു. മറ്റ് പല വാർത്തകളും ഇല്ലാതെയായി. പണ്ട് ഭാരതത്തിൽ പലയിടത്തും ബോംബ് കണ്ടുപിടിക്കലും ബോംബ് പൊട്ടുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകലും അതിലെ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കലും പിന്നെ പാകിസ്ഥാനെ വിമർശിക്കലും ഒക്കെ ആയിരുന്നു ഭാരതത്തിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ബോംബ് പൊട്ടലും തീവ്രവാദി ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ ഏതാണ്ട് അത് പൂർണ്ണമായിട്ടും നിന്നു. പല സ്ഥലത്തും ഫ്ലൈറ്റിലൂടെ പോകാൻ ഭാഗ്യം കിട്ടിയ ഈ കാലയളവിൽ ഒരു വിമാനത്താവളത്തിലും ഡൽഹിയിലോ ബോംബെയിലോ അഹമ്മദാബാദിലോ വിശാഖപട്ടണത്തോ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഈ 3-4 ആഴ്ചയിൽ തന്നെ ഈ പ്രദേശത്തേക്ക് ഒത്തിരി പ്രാവശ്യം പോവുകയുണ്ടായി. നാഷണൽ എയർപോർട്ടിലും ഇന്റർനാഷണൽ എയർപോർട്ടിലും ഒരിടത്തും തന്നെ നിങ്ങൾ അജ്ഞാതമായി കിടക്കുന്ന ബാഗ് തൊടുകയോ അതിൻ്റെ അടുത്ത് പോവുകയോ ആരെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ തന്നാൽ അത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെ വാങ്ങിക്കുകയോ ചെയ്യരുത്. സുരക്ഷാ അധികാരികളുടെ സന്ദേശം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന എയർപോർട്ടുകളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പം അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റേ ഇല്ല. അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഇല്ല. തീവ്രവാദ ആക്രമണത്തിൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഇന്ന് കേൾക്കുന്നില്ല. അങ്ങനെ കുറേ മാറ്റം വന്നിരിക്കുന്നു. ഏറ്റവും അധികം മാറ്റം വന്നിരിക്കുന്നത് 500-ൻ്റെ നോട്ടും 1000-ൻ്റെ നോട്ടും പിൻവലിക്കുന്നത് വരെ ഇവിടെ പട്ടികടിയും പട്ടികളെ കടിക്കുന്നതും കോഴിയെ കൊല്ലുന്നതും അങ്ങനെയുള്ളത് തന്നെ പത്രത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പട്ടികടി ഒരു വിഷയമേ അല്ലാതെ ആയിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പുതിയ വാർത്തകൾ കിട്ടിയാൽ പഴയ വാർത്തകളെല്ലാം മണ്ണടിഞ്ഞു പോകുന്നത് പോലെ ഇനി ഏതെങ്കിലും പുതിയ വാർത്തകൾ കിട്ടുന്നത് വരെ ചിലപ്പോൾ കോർണറിൽ നോട്ട് പിൻവലിച്ചതിൻ്റെ ഉണ്ടാവും. എന്നാലും ഇന്നലത്തെ മലയാള മനോരമയുടെ ഏറ്റവും ടോപ്പിൽ കള്ളപ്പണം പിടിച്ചതിനെക്കുറിച്ചും ഇതുപോലെ മാതൃഭൂമിയിൽ ലക്നൌവിൽ ഒരു മന്ത്രിയുടെ ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് 100 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തതിനെക്കുറിച്ചും SBTയിൽ ഏതാണ്ട് 94-64 ലക്ഷം രൂപയുടെ കള്ളനോട്ട്, കള്ളപ്പണമല്ല കള്ളനോട്ട് വന്നതിനെക്കുറിച്ചും എല്ലാം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണ നോട്ട് പിൻവലിച്ചതിൻ്റെ നന്മകൾ എഴുതാൻ വിസമ്മതിക്കുന്നവർ നോട്ട് പിൻവലിച്ചതിൻ്റെ തിന്മകളും നന്മകളും ഒരുമിച്ചെഴുതി 50 ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നോട്ട് പിൻവലിച്ചതിൻ്റെ നന്മകൾ മാത്രം എഴുതാൻ തുടങ്ങിയോ എന്ന്
തോന്നുമാറ് വാർത്തകൾ മാറുന്നു. ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഇങ്ങനെയുള്ള വാർത്തകളൊന്നുമില്ലാത്തൊരു രാജ്യത്തിൽ, വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകളൊന്നും ഇല്ലാതെയാവുന്ന ഒരു രാജ്യത്തിൽ 16, 18, 20, 24, 28 പേജുകൾ ഉള്ള ന്യൂസ് പേപ്പർ ഇറക്കുമ്പോൾ ഒരു വാർത്തയും ഇല്ലെങ്കിൽ അതിനകത്ത് എന്താ കൊടുക്കുക? വാഹനങ്ങൾ കൂട്ടിമുട്ടിയതും സ്കൂട്ടർ കൂട്ടിയിടിച്ചതുമായിട്ടുള്ള വാർത്ത വലിയ ബോക്സിൽ കൊടുത്ത് നിറയ്ക്കല്ലാതെ, സ്കൂൾ കലാമേള കൂടി കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളിൽ കൊടുക്കാൻ എന്ത് വാർത്തയാ ഉള്ളത്? TV ചാനലുകളിലാണെങ്കിൽ ഒരു പണിയും ഇല്ലാത്ത ബുദ്ധിജീവികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ച് അറബിക്കടലിലെ തിരകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആ തിരകൾ കൂടി വരുന്നത് മുകളിൽ ഭരിക്കുന്നവരോ ചുവട്ടിൽ ഭരിക്കുന്നവരോ അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാം. അടുത്ത കാലത്ത് വാട്സപ്പ് വഴിക്ക് ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. ഒരു പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപര് ലേഖകനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ലേഖകനോട്, റിപ്പോർട്ടറോട് പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപർ ചോദിച്ചു, ആ കുട്ടി മരിക്കാൻ കാരണം എന്താണ്? ഇപ്പൊ റിപ്പോർട്ടർ പറഞ്ഞു, ടെറസിന്റെ മുകളിൽ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടം മാത്രം ശ്രദ്ധിച്ച് പുറകോട്ട് പോയി കാലുവഴുതി വീണ് മരിച്ചതാണ്. ആ പട്ടം ഏത് കമ്പനിയാണ് ഉണ്ടാക്കിയത്? ഇപ്പൊ റിപ്പോർട്ടർ കമ്പനിയുടെ പേര് പറഞ്ഞു. ഏത് സ്ഥലത്താണ് മരണം നടന്നത്? ഇപ്പൊ റിപ്പോർട്ടർ മുഖ്യപത്രാധിപരോട് മരണം നടന്ന കുട്ടി മരിച്ച വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ കൊടുത്തു. മരിച്ച കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പേരും ജാതിയും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് എത്രാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന് കൊടുത്തു. ആ കുട്ടി ഏത് രീതിയിൽ ബുദ്ധിമാനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും വിവരണം മുഖ്യപത്രാധിപർക്ക് റിപ്പോർട്ടർ കൊടുത്തു. അവസാനം മുഖ്യപത്രാധിപർ റിപ്പോർട്ടറോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞതെല്ലാം ചേർക്കുക, അവസാനം ഒരു വരി കൂടി ചേർക്കാം. ഈ പട്ടം പറപ്പിച്ചിട്ട് ഈ കുട്ടി പുറകോട്ട് പോകാൻ കാരണം 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചതാണ്. ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയുടെയും തീരുമാനത്തിൻ്റെ പ്രത്യാഘാതമാണ് പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചതെന്ന് കൂടി എഴുതി പിടിപ്പിക്കണം, എന്നാലേ വാർത്ത പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇല്ലാത്ത പലതും കെട്ടിച്ചമച്ച് പഴയ വാർത്തകൾ പുതിയതും കൂടി കൂട്ടിത്തുന്നി കെട്ടിച്ചേർത്ത് കുറേ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്ക്, എല്ലാവരും അല്ല, അങ്ങനെ സൃഷ്ടിക്കുന്നവർക്ക് ഈ 16, 18, 20 പേജുള്ള വാർത്താ ഭാഗങ്ങൾ, ബാക്കിയുള്ളത് അഡ്വർടൈസ്മെൻ്റാണ്. അഡ്വർടൈസ്മെൻ്റ് അല്ലാത്ത വാർത്ത കൊടുക്കുന്ന ഭാഗത്ത് കുറച്ചൊക്കെ ലേഖനം കൊടുക്കാം. അതിലപ്പുറം എന്താ കൊടുക്കാൻ സാധിക്കുക? അവർക്ക് നോട്ട് പിൻവലിക്കലും പട്ടിയുടെ കടിയും ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിലെ ക്യൂവും അതുപോലെ തന്നെ പശു ഇറച്ചിയും അല്ലെങ്കിൽ ദളിതരെ വധിക്കുന്നതും ഇങ്ങനെയുള്ള ഏതെങ്കിലും വാർത്തകൾ നല്ല രീതിയിൽ വസ്തുതാപരമായിട്ട് കൊടുക്കുന്നതോടൊപ്പം കുറേ കെട്ടുകഥകളും തോന്നലുകളും എല്ലാം കൂടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ആ പത്രത്തിൻ്റെ സ്പേസ് ബാക്കി വയ്ക്കാൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അനുവാദം ഇല്ലല്ലോ. മുഴുവനും നിറഞ്ഞ വാർത്തയായിട്ട് വേണമല്ലോ ഓരോ പത്രവും പുറത്തേക്ക് വരാൻ. അമ്പലത്തിലെ അന്നദാനമാണെങ്കിൽ ഒരു കറിയോ ഒരു തോരനോ കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർ പൊക്കോളും. ഈ പത്രമാധ്യമങ്ങളിൽ ഒരു പേജ് ഫില്ല് ചെയ്തിട്ട് മറ്റേ പേജ് വാക്കൻ്റായിട്ട് വിടാൻ പറ്റില്ലല്ലോ. അവർക്ക് വാർത്തയില്ലാത്ത ലെവലിലേക്ക് വരുന്നു. പക്ഷെ അത്ഭുതം തോന്നാറുണ്ട്. ചൈന ഭാരതത്തോട് കാണിക്കുന്നതും പാകിസ്ഥാൻ ഭാരതത്തോട് കാണിക്കുന്നതും, ഭാരതത്തിൻ്റെ ചിരകാല സുഹൃത്തായിട്ടുള്ള റഷ്യ ഭാരതത്തിനെതിരെ നിൽക്കുന്നതും, അതുപോലെ തന്നെ ബംഗ്ലാദേശിനും നേപ്പാളിനും ചൈന വൻ തുക കൊടുക്കുന്നതും, ഇവരെയും ശ്രീലങ്കക്കാരെയൊക്കെ ഭാരതത്തിനെതിരെ ചൈന പ്രവർത്തിപ്പിക്കുന്നതുമെല്ലാം കൊടുക്കാവുന്ന ഫുൾ പേജ് വിദേശ വാർത്തയാണ്. അതെല്ലാം ഇന്ന് അവൈലബിളുമാണ്. പദാനുപദം എഴുതാനുള്ളത് ധാരാളമുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാതെ ചൈന ഭാരതത്തോട് കാണിക്കുന്ന വീക്ഷണവും പാകിസ്ഥാൻകാരുടെ വീക്ഷണവും നേപ്പാള് ഭാരതത്തോട് പ്രതികരിക്കുന്നതും ബംഗ്ലാദേശിൻ്റെ ഇതും എല്ലാം ചൈന എങ്ങനെയാണ് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്
വസ്തുതാപരമായിട്ട് ലഭ്യമായിട്ടും അതൊന്നും കൊടുക്കാതെ കേരളത്തിൽ അടിമുടി വരുന്ന മാറ്റങ്ങൾ, ഭാരതത്തിൽ അടിമുടി വരുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊന്നും അറിയിക്കാതെ നെഗറ്റീവുകൾ മാത്രം കൊടുത്തിരുന്നതിൽ നിന്ന് കുറച്ചെല്ലാം മാറ്റം വരുന്നുണ്ടെങ്കിലും കുറേ പോസിറ്റീവുകൾ കൊടുക്കാനുണ്ടായിരുന്നിട്ടും സെൻസേഷണൽ ആക്കാൻ ഒന്നുമില്ലാത്ത കാരണത്താൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുന്നതിന് പകരം ഈ നാടിൻ്റെയും മനുഷ്യരുടെയും വളർച്ചയും ഉയർച്ചയും ഉണർച്ചയും അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാവില്ലേ? ഒരുപക്ഷെ അടുത്ത ഇലക്ഷന് പത്രക്കാർ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ജയിച്ചു എന്ന് വരില്ല അങ്ങനെ കൊടുത്താൽ. പക്ഷേ ജയിക്കേണ്ടവർ ജയിക്കില്ലേ? നന്മ നിറഞ്ഞ തീരുമാനം രാഷ്ട്രത്തിന് വേണ്ടി എടുത്തവർ അവരല്ലേ തിരിച്ച് വീണ്ടും ഇലക്ഷനിലൂടെ ജയിച്ചു വരേണ്ടത്? ഏതായാലും ഒരു നല്ല മാറ്റം അടിമുടി ഭാരതത്തിലുണ്ടായി. നോട്ട് പിൻവലിച്ചതിൻ്റെ കള്ളനോട്ടും കള്ളപ്പണവും മുഴുവനും അക്കൗണ്ട് ചെയ്യാൻ ഇനിയും ഒരുപക്ഷെ 2-3 മാസങ്ങൾ വേണ്ടിവരും. പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ കുറച്ചു കാലത്തെ ദുഃഖം വളരെ നീണ്ട കാലത്തെ സന്തോഷത്തിന് കാരണമാകും. ഇൻകം ടാക്സ് കറക്റ്റായിട്ട് കൊടുക്കുന്നവരുണ്ടാവും, അക്കൗണ്ട് കറക്റ്റായിട്ട് വയ്ക്കുന്നവരുണ്ടാവും. എല്ലാ ട്രാൻസാക്ഷനും ഇൻ്റർനെറ്റും ഇമെയിലും അതുപോലെ തന്നെയുള്ള ATM-ലൂടെയും ഭീമിലൂടെയും ഒക്കെ നടക്കുമ്പോൾ കറൻസിയുടെ ആവശ്യം കുറയും, മുഴുവനും നമ്പറിൻ്റെ ട്രാൻസ്ഫറായി തീരും. അങ്ങനെ ദേശവിദേശങ്ങളുടെ ലെവലിലേക്ക് ഭാരതം ഉടനെ എത്തും. അതും കഴിഞ്ഞ 2.25 വർഷം കൊണ്ട് എത്തിക്കാൻ കുറേ പേർക്ക് സാധിച്ചു എങ്കിൽ കഴിഞ്ഞ 70 വർഷത്തെ തളർച്ചയും തകർച്ചയും കൈയിട്ട് വാരലുമെല്ലാം പഴങ്കഥയായി മാറ്റി പുതിയതെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.